ഹായ് മക്കളെ, വെൽക്കം ടു എജുപോർട്ട്. മക്കളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റൽസ് എന്ന ചാപ്റ്ററിലെ മെറ്റൽസിൻ്റെ രണ്ട് പ്രോപ്പർട്ടിയെ കുറിച്ച് പഠിക്കാനാണ്. നിങ്ങൾക്കറിയാം മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി. മക്കളെ, മെറ്റൽസിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ പറ്റ ഏറ്റവും നല്ല ഫീച്ചറാണ് മാലിബിലിറ്റിയും ഡക്റ്റിലിറ്റിയും. എന്താടാ മാലിബിലിറ്റി, എന്താ ഡക്റ്റിലിറ്റി, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പോലെടാ പോരി. മക്കളെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അലൂമിനിയം ഫോയിലുകളെ കുറിച്ച് അല്ലേ? നിങ്ങൾ ഡയറി മിൽക്കൊക്കെ പൊതിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാടാ? അലൂമിനിയം ഫോയിലാണ്. നിങ്ങൾ ഈ പൊതിഞ്ഞിരിക്കുന്ന അൽഫാം, ഷവായ അല്ലെങ്കിൽ ഷവർമ, ഇതൊക്കെ പൊതിഞ്ഞിരിക്കുന്നത് അലൂമിനിയം ഫോയിൽ കൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഈ പൊതിഞ്ഞു വെച്ച പ്രോപ്പർട്ടി മെറ്റലിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം നേർത്ത കമ്പികൾ, നിങ്ങളെ ചെമ്പ് കമ്പി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വീട്ടിലുള്ള കമ്പികളൊക്കെ അതിൻ്റെയൊക്കെ എന്ത് പ്രോപ്പർട്ടിയാണ്, അത് മെറ്റലിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ്, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സെറ്റല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് മാലിബിലിറ്റിയാണ്. വാട്ട് ഈസ് മാലിബിലിറ്റി? എൻ്റെ മക്കൾ ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോ. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ക്യാൻ ബി ഹാമേഡ് ആൻഡ് ഫ്ലാറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്. അതായത് ലോഹങ്ങളെ ചുറ്റിക കൊണ്ട് അടിച്ചു പരത്തി നേർത്ത ഷീറ്റുകളാക്കാം. അതായത് ലോഹങ്ങൾ അതുകൊണ്ടോ സ്വർണ്ണമാണ്, സ്വർണ്ണത്തിന് എന്ത് ചെയ്യാണ്? അടിച്ചു പരത്താണ്, ചുറ്റിക കൊണ്ട് അടിച്ചു പരത്താണ്. ഈ ഹാമേഡ് ചെയ്യുന്ന, ഈ അടിച്ചു പരത്തുന്ന ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് വിളിക്കട? മാലിബിലിറ്റി. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, അലൂമിനിയം ഫോയിലുകൾ ഈ ഫുഡൊക്കെ പൊതിയുന്നതും അല്ലെങ്കിൽ നമ്മളെ മരുന്ന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള എന്തായിക്കോട്ടെ ഫുഡ് ഐറ്റംസുകളൊക്കെ പൊതിയുന്നത്, ഡയറി മിൽക്ക്, ചോക്ലേറ്റ്സ് എന്തായിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ അലൂമിനിയം ഫോയിലാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ അലൂമിനിയം ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളുകളാണ്. ഏറ്റവും നല്ല എക്സാമ്പിൾ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മക്കളെ, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഗോൾഡ് ആണ്. ഓക്കെ, അപ്പോൾ മാലിബിലിറ്റി ഏറ്റവും കാണിക്കുന്ന പ്രോപ്പർട്ടി കാണിക്കുന്ന വിച്ച് മെറ്റൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഏത് മെറ്റലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മക്കളെ എഴുതി കൊടുക്കണം ഗോൾഡ് ആണെന്ന്. ക്ലിയർ അല്ലേടാ? യെസ്. ഇനി അതിൻ്റെ ഡെയിലി യൂസസ് ആണ് പറഞ്ഞത്. മെറ്റൽ ഷീറ്റ്സ് ആർ യൂസ്ഡ് ടു മേക്ക് റൂഫിംഗ് ഓഫ് ബിൽഡിങ്സ്. അതായത് മേൽക്കൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാം ഷീറ്റുകൾ ഉണ്ടാക്കുന്നത് അല്ലേ? ഈ ഷീറ്റുകളൊക്കെ കാണുമ്പോൾ, ഇന്ന് മുതൽ എൻ്റെ മക്കൾ ഈ ഷീറ്റുകൾ കാണുമ്പോൾ അത് മെറ്റൽസിൻ്റെ ഏത് പ്രോപ്പർട്ടിയാടാ? മാലിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കണം. ക്ലിയർ അല്ലേടാ? അടുത്തത് കിച്ചൺ ആൻഡ് ഫുഡ് റാപ്പിംഗ്. കിച്ചൺ എന്ന് പറയുമ്പോൾ അടുക്കളയിൽ പാത്രങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫുഡ് റാപ്പിംഗ്. എന്താണ് ഫുഡ് റാപ്പിംഗ് എന്ന് പറയുമ്പോൾ? ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതിയാൻ വേണ്ടിയിട്ട്. അടുത്തെന്താടാ? ജ്വല്ലറി ആൻഡ് കോയിൻസ്. നിങ്ങൾക്കറിയാം ഈ സ്വർണ്ണം സ്വർണ്ണത്തിന് നമ്മൾ അടിച്ചു പരത്തിയിട്ട് ഓർണമെന്റ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണം അല്ലേ? അപ്പോൾ ജ്വല്ലറീസിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കോയിൻസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ആരും ഉപയോഗിക്കണടാ? മെറ്റൽസിന് ഉപയോഗിക്കണം. അതൊക്കെ മെറ്റൽസിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ്? മാലിബിലിറ്റിയാണ്. അടിച്ചു പരത്തിയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ കഴിയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് വെഹിക്കിൾ പാർട്സ്. വാഹനങ്ങളുടെ പാർട്സിന് വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ അടിച്ചു പരത്തിയിട്ടൊക്കെ മെറ്റൽസിനെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ മാലിബിലിറ്റി ക്ലിയർ അല്ലേടാ? യെസ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി. വാട്ട് ഈസ് ഡക്റ്റിലിറ്റി? മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ്. ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത തകിടുകളാക്കാൻ അല്ലെങ്കിൽ നേർത്ത കമ്പികളാക്കി മാറ്റാം. ഇങ്ങനെ കമ്പികളാക്കി നേർത്ത് വലിച്ചു നീട്ടി കമ്പികളാക്കി മാറ്റുന്ന ഈ ഒരു ഫീച്ചറിനെയാടാ എന്ത് വിളിക്കുക? ഡക്റ്റിലിറ്റി. അപ്പോൾ നമ്മൾ അടിച്ചു പരത്തുന്നത് മാലിബിലിറ്റി, വലിച്ചു നീട്ടുന്നത് ഡക്റ്റിലിറ്റി. ക്ലിയർ അല്ലേടാ? നിങ്ങൾക്കറിയാം കോപ്പർ മെറ്റൽ, ചെമ്പ് കമ്പി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് കോപ്പറിനെ എന്ത് ചെയ്താടാ? വലിച്ചു നീട്ടിയതാണ്. കോപ്പർ വയറിനെ വലിച്ചു നീട്ടിയതാണ്. അത് ഡക്റ്റിലിറ്റിയാണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കമ്പികൾ അല്ലെങ്കിൽ ചെമ്പ് കമ്പി വയറുകളൊക്കെ എന്താടാ? അതൊക്കെ ഡക്റ്റിലിറ്റി പ്രോപ്പർട്ടിയാണ്. പിന്നെ നിങ്ങൾ ബൾബ് കണ്ടിട്ടുണ്ടാവും. ഈ ബൾബിൻ്റെ ഫിലമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റലാണ് ടങ്സ്റ്റൺ. അപ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു പൊട്ടുന്ന ഈ ഭാഗം, അത് ആ ഫിലമെൻ്റ് പോയാലാണ് അത് ഫ്യൂസ് ആവുന്നത്. അപ്പോൾ ഫ്യൂസ് ആ മെറ്റൽ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ടങ്സ്റ്റൺ ആണ്. അപ്പോൾ ബൾബിൽ പോലും എന്താടാ? മെറ്റലിൻ്റെ ഈ പ്രോപ്പർട്ടി ഉണ്ട്. ഏത് പ്രോപ്പർട്ടിയാടാ? ഡക്റ്റിലിറ്റി. ഇനി എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. വൺ വേർഡ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം ആർ ദ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ. അതായത് ഏറ്റവും ഡക്റ്റിലിറ്റി കൂടിയ ലോഹങ്ങൾ ഏതാണെന്ന് എൻ്റെ മക്കളോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ എഴുതി കൊടുക്കണം ഗോൾഡ്, സ്വർണ്ണവും അതുപോലെ തന്നെ എന്താടാ? പ്ലാറ്റിനം ആണെന്ന്. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് ഇതിൻ്റെ ഡെയിലി യൂസസ് ആണ് പറഞ്ഞത്. ഇലക്ട്രിക് വയേഴ്സ്. എന്താടാ ഇലക്ട്രിക് വയേഴ്സ്? ഇലക്ട്രിക് വൈദ്യുത കമ്പികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക അല്ലേ? പിന്നെന്താടാ? ജ്വല്ലറി മേക്കിംഗ്. അതായത് ജ്വല്ലറീസ്, ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാം. നിങ്ങൾക്കറിയാം ആഭരണങ്ങൾ വലിച്ചു നീട്ടണം അല്ലേ? മാല ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ വലിച്ചു നീട്ടുക തന്നെ വേണം. ഈ വലിച്ചു നീട്ടാനുള്ള പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അടുത്തത് ഹൗസ് ഹോൾഡ് ഐറ്റംസ്. വീട്ടുപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്വിച്ച് ബോർഡിലുള്ള വയസ്സൊക്കെ
ഡക്റ്റിലിറ്റി പ്രോപ്പർട്ടിയാണ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നന്നായി നോക്കുക. എക്സാമിന് ഒരു 3 മാർക്ക് വരെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചേക്കാം. ഇപ്പോൾ മാലിബിലിറ്റി ഡക്റ്റിലിറ്റി ക്ലിയർ ആണല്ലോ? യെസ്. ഇനി മക്കൾ ആരെങ്കിലും ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ഞങ്ങൾ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അടിയിൽ എന്തുണ്ട് കമൻറ്റിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യുക. ബാക്കി വീഡിയോസുമായി അസ്ലം സർ വീണ്ടും കാണാം. അസ്ലം സർ വീണ്ടും വരും. ഓക്കെ, താങ്ക് യു, ബൈ.